ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത് പാലപ്പമാണ്. ആദ്യം തന്നെ നമുക്കിത് താറാമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് പുഴുങ്ങാനായിട്ട് വെക്കാം. ഒരു 3 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങാൻ വെക്കുമ്പോൾ കുറച്ച് ഉപ്പോടെ ചേർത്ത് കഴിഞ്ഞാൽ അത് പൊളിക്കുമ്പോഴത്തേനും പെട്ടെന്ന് പോരുമല്ലോ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്ക് ആകെ മെയിനായിട്ട് വേണ്ടത് സവോളയാണ്. അപ്പോൾ ഇതൊരു വലിയ സവോളയാണ്, അതുകൊണ്ട് തന്നെ ഒരെണ്ണം മതി. ചെറുതാണെങ്കിൽ ഒരു 2-3 എടുക്കാം. കാരണം ഇതിൻ്റെ ഗ്രേവിക്ക് ഈ ഉള്ളി മാത്രം, ഈ സവോള മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ പാൻ ചൂടായപ്പോൾ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഉള്ളി വഴറ്റാനിട്ടു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പോടെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി ഉണ്ടല്ലോ, അതും ഗരം മസാല, ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേറെ പൊടിയൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മളൊരു കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങിയത് പൊളിച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രൂവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ മസാലയ്ക്കകത്തോട്ട് ഇടുക. കുറച്ച് സമയം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മുട്ട റോസ്റ്റ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ്. അതിൻ്റെ കൂടെ നമുക്ക് പാലപ്പം കൂടെ ഉണ്ടാക്കാം. അപ്പം പാലപ്പത്തിൻ്റെ മാവ് ഞാൻ ഓൾറെഡി തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പാലപ്പം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും കൂടെ നല്ല ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് കുറച്ച് മുട്ട റോസ്റ്റ് ഇതിൻ്റെ കൂടെ എടുക്കാം. ആ ഗ്രേവിക്ക് ആ ഉള്ളിയൊക്കെ ആ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. കൂടുതൽ സാധനങ്ങളൊന്നും അരിയണ്ടല്ലോ. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം.